ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാമേശ്വരവും ധനുഷ്കോടിയൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് പാമ്പം പാലം. ആക്ച്വലി രാമേശ്വരത്തിൽ വീഡിയോയിൽ ചെറിയ ക്ലിപ്പുണ്ട്. ഞാൻ അപ്പോൾ വിചാരിച്ചു അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായിരുന്നു പാമ്പം പാലം. 2010 ബാന്ദ്ര വർലി ലിങ്ക് തുറക്കുന്നത് വരെ. 1914 പാമ്പം പാലം വരുന്നത്. ആക്ച്വലി ആദ്യം റെയിൽപാലമായിട്ടാണ് വന്നത്. ആദ്യം റോഡ് മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. രാമേശ്വരത്ത് പോകാനുള്ള ഏക മാർഗ്ഗമാണ് ഈ കാണുന്ന ആദ്യത്തെ റെയിൽപാലം കേട്ടോ. അതിനുശേഷം 1988 വീണ്ടും ഈ റോഡ് മാർഗം വഴിയുള്ള പാലം വരുന്നത്. ചരിത്രപ്രസിദ്ധമായ കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അണ്ടറിൽ. എനിക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. 2022 ഈ പാലം അടച്ചിട്ട് വേറൊരു പാലം നിർമ്മിച്ചിരുന്നു. ആ പാലമാണ് കേട്ടോ ഈ കാണുന്ന രണ്ടാമത് നിൽക്കുന്ന പാലം. നമ്മളവിടേക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് നമുക്ക് നടന്ന് ഫോട്ടോ എടുക്കാനൊന്നും അവിടെയുള്ളവർ സമ്മതിച്ചില്ലായിരുന്നു. പോലീസൊക്കെ വന്ന് പോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പാലം എത്തുന്നതിന് മുന്നേ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടക്കുക ചെയ്ത്. ഇത് പാലത്തിൻ്റെ അടുത്ത സൈഡാട്ടോ ഈ കാണുന്ന. രണ്ട് സൈഡുണ്ട്. അപ്പുറത്തെ സൈഡാണ് റെയിൽ പാലമൊക്കെ ഉള്ളത്. ഇപ്പുറത്തെ സൈഡ് കടലും പിന്നെ അങ്ങ് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡാണ് ഈ സൈഡ്. അപ്പോൾ ചേട്ടൻ വണ്ടിയിൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരം നടക്കാനില്ല. ഇത് ആക്ച്വലി പാമ്പം പാലത്തിൻ്റെ നീളം തന്നെ 2065 മീറ്റർ നീളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ ഉണ്ടാവുമല്ലോ നടക്കാൻ. അതും നട്ടുച്ചയ്ക്കാണേ ഈ പോണതേ. അപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നടന്നത് ഞാൻ ക്ഷീണിച്ചു. പിന്നെ 12 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു നമ്മൾ ആ സമയത്ത് എത്താം. അപ്പോൾ ഒരു ട്രെയിന് വരും എന്ന് കേട്ടത് കൊണ്ടാണ് ശരിക്കും നമ്മൾ അവിടെ ഇറങ്ങിയത്. അച്ഛനും ചേച്ചിക്കൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് എനിക്ക് മതിയായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു അപ്പുറത്തെങ്ങാനും പോയി നിർത്താൻ വണ്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിപ്പോയിട്ടോ. ആ ട്രെയിന് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ഞാൻ കയറിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും ഗൗരിയൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ട്രെയിന് കാണണം എന്നതിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ട്രെയിന് കാണണം എന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ പുതിയ പാലം നമുക്ക് ക്ലിയറായി കാണാൻ പറ്റും. കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 12 മണിക്ക് ട്രെയിൻ വരും പറഞ്ഞു. 12 മണി കഴിഞ്ഞു. 12:15 എന്നിട്ടും കാണാനില്ല. അപ്പോൾ നമ്മൾ പാലം കടന്നപ്പുറത്ത് പോയി. പിന്നെ അച്ഛൻ അവിടെ ഈ മാങ്ങയൊക്കെ വിൽക്കാൻ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരനോട് ചോദിച്ചു ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോഴാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കിയത്. ഇന്ന് ട്രെയിനില്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ട്രെയിനില്ല, നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. അത്രയും ദൂരം ആ വെയിലത്ത് നടന്ന് ആകെ വേസ്റ്റായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് ഇല്ലാത്തായിരുന്നു മെയിൻ കാരണം കേട്ടോ. കാറിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും ഇല്ല. മാപ്പൊക്കെ ഇടുന്നതുകൊണ്ടേ നമ്മൾ പിന്നെ അധികം ചാർജ് കളയാൻ നിന്നതുമില്ല. നമ്മൾ തിരുനെൽവേലിയൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ചില പരിപാടിക്കൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു ഫുഡ് കഴിക്കാൻ. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. നമ്മൾ വീടെത്തുമ്പോൾ രാത്രി 12 മണി 1 മണി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.